ഈ മാലിന്യത്തിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയേണ്ടതായിട്ടുണ്ട്. മാലിന്യമെന്ന മഹാസാഗരത്തിലാണ് ഇന്ന് പ്രബുദ്ധ കേരളം. മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് മൂക്കുമുട്ടുകയാണ് കേരളത്തിൽ. മല പോലെ മാലിന്യം കുന്നുകൂടുമ്പോൾ ഈ മഴവെള്ളം എങ്ങോട്ട് പോകാനാണ്? ഫാസ്റ്റ് ഫുഡ് തിന്നിട്ട് എറിയുന്ന പ്ലാസ്റ്റിക് തിന്ന് ചാകുന്നുണ്ട് പാവം മിണ്ടാപ്രാണികൾ. എല്ലാം ഫാസ്റ്റല്ലേ, പിന്നെന്തു പേടിക്കാനാ? മാലിന്യം കൊണ്ട് മൂടിയ മണ്ണിൽ നിന്ന് ഒന്നും വലിച്ചെടുക്കാനാകാതെ വേരറ്റ് വീഴുന്നുണ്ട് സസ്യങ്ങൾ. വാങ്ങുകയും തിന്നുകയും പിന്നെ മല പോലെ എറിഞ്ഞു കൂട്ടുകയും ചെയ്യുന്നതാണ് നമ്മുടെ പാരമ്പര്യമെന്ന്. പുച്ഛത്തോടെ നമ്മൾ കാണണം ഇങ്ങനെയുള്ള ആൾക്കാരെ. സാധിക്കുമെങ്കിൽ ഇത് കാണുകയാണെങ്കിൽ കല്ലെറിയണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരാണ് നമ്മൾ. പ്രബുദ്ധരല്ലേ? ദുർഗന്ധം വമിക്കുന്നുണ്ട് പ്രാണവായുവിൽ പോലും. കടൽ പോലെ മാലിന്യം കുന്നുകൂടുമ്പോൾ കരയും കടലും അറിയാതെ നമ്മൾ കൈകാലിടിച്ച് തുഴയേണ്ടി വരുംകാലം സൂക്ഷിച്ചില്ലെങ്കിൽ. പൂവിൻ്റെ ഉള്ളിലെ പൂമ്പൊടി തിന്നുന്ന വെറും പൂമ്പാറ്റ മാത്രമാണിന്ന് നാം. മറ്റൊന്നും നമുക്കറിയത്തില്ല. മഴ കൊണ്ട് നിറയുന്ന പുഴ മുഴുവൻ മല പോലെ കുന്നുകൂടുന്നു മാലിന്യം. ഒളിച്ചും പാത്തും നമ്മൾ എറിയുന്ന മാലിന്യം ഒരിക്കൽ ഒളിയമ്പ് പോലെ നമ്മുടെ നേരെ തിരിഞ്ഞു വരും. പരിഷ്കാരത്തിൻ്റെ പേരിൽ എല്ലാ കൃഷിയും വേണ്ടെന്ന് വെച്ചിട്ട് അരി തരും ആന്ധ്ര, കറി തരും തമിഴ്നാട്. പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തു വേണം? നമ്മുടെ ആക്രാന്തം കൊണ്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന എല്ലാ കോപ്രായങ്ങളും പിന്നീട് നമുക്ക് നേരെ തിരിഞ്ഞു വരും. പിന്നെയോ, പ്രായഭേദമില്ലാതെ പെണ്ണെന്ന് കേട്ടാൽ പീഡന പരമ്പര നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നുണ്ട്. കാലവും കോലവും എല്ലാം മാറി, പ്രകൃതിയുടെ ഭാവവും മാറി, പ്രളയവും വറുതിയും മാറാരോഗങ്ങളുമായി കാലത്തിൻ്റെ എല്ലാ കലിവിളയാട്ടവും ആടിത്തിമിർക്കുകയാണ്. അങ്ങനെ പ്രബുദ്ധ കേരളമെന്ന് നാം വാഴ്ത്തിപ്പാടിയ കേരളമെന്ന് പ്രക്ഷുബ്ധ കേരളമെന്ന് തിരുത്തേണ്ടി വരും. നമ്മൾ അല്പം കൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിലപ്പുറം ചെന്നെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.